ഫിജി പ്രധാനമന്ത്രി സിത്തിവേണി റബൂക്കയുടെ സന്ദർശനം ഭാരതത്തിൽ നടക്കുന്ന ഈ വേളയിൽ ഏറെ ചർച്ചയാകുന്നത് ഇന്ത്യയുടെ നയതന്ത്രം തന്നെയാണ്. ഒരു കാലത്തെ ശത്രു, എന്നാൽ ഇന്ന് വീണ്ടും മിത്രം. ആ ചരിത്രം ഇങ്ങനെയാണ്. ഇന്ത്യയിൽ പരിശീലനം നേടുകയും അട്ടിമറിയിലൂടെ ഫിജിയിൽ അധികാരത്തിലേറുകയും ചെയ്ത ആളാണ് സിത്തിവേണി റബൂക്ക. എന്നാൽ ഫിജിയിൽ ഇന്ത്യക്കാരുടെ വോട്ടവകാശം നിഷേധിക്കുന്നതിനായി ഇതേ റബൂക്ക ഭരണഘടന മാറ്റിയെഴുതി. ഇന്ത്യക്കാരെ നാടുകടത്തണം എന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ദൂതനെ പുറത്താക്കി ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടി. പിന്നീട് നീണ്ട 35 വർഷത്തിന് ശേഷം ഇന്ത്യക്കാരുടെ പിന്തുണയോടെ രണ്ടാം വട്ടം പ്രധാനമന്ത്രിയാവുകയും ചെയ്ത അപൂർവ ചരിത്രത്തിന്റെ ഉടമയാണ് റബൂക്ക. ഒരു കാലത്ത് ശത്രുവായിരുന്നെങ്കിലും പിൻകാല ചരിത്രങ്ങൾ നോക്കാതെ രാജ്യത്തിന്റെ നയതന്ത്രത്തിന്റെ ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യവുമാണ് ഫിജി പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടിവരയിടുന്നത്. ഭാരതം സന്ദർശിക്കുന്ന ഫിജി പ്രധാനമന്ത്രി സിത്തിവേണി റബൂക്ക പ്രധാന കരാറുകളിൽ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടു. പ്രതിരോധം, ആരോഗ്യം, കൃഷി, കാർഷിക സംസ്കരണം, വ്യാപാരം, നിക്ഷേപം, ചെറുകിട ഇടത്തരം സംരംഭ വികസനം, സഹകരണ സ്ഥാപനങ്ങൾ, സംസ്കാരം, കായികം, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കരാറുകളിലാണ് ഒപ്പിട്ടത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫിജി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഫിജി തലസ്ഥാനമായ സുബയിൽ 100 കിടക്കകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഭാരതം നിർമ്മിച്ചു നൽകുമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഫിജിയിൽ ജനൌഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഡയാലിസിസ് യൂണിറ്റുകളും ആംബുലൻസുകളും അയക്കും. ക്രിക്കറ്റിനായി ഭാരതത്തിൽ നിന്നുള്ള പരിശീലകനെ അയക്കും. ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെയ്യ് ഫിജിയിൽ ലഭ്യമാക്കും. ഫിജിയിൽ നിന്നുള്ള പണ്ഡിതർക്ക് ഭാരതത്തിൽ പരിശീലനം ഉറപ്പാക്കും. ഫിജിയിൽ ജയ്പൂർ കൃത്രിമക്കാൽ വെച്ചുപിടിപ്പിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. സൈബർ സുരക്ഷ, ഡാറ്റ സംരക്ഷണ മേഖലകളിലെ അനുഭവം രണ്ട് രാജ്യങ്ങളും പങ്കിടും. ഭീകരതയ്ക്ക് എതിരായ സഹകരണം ശക്തമാക്കും. എല്ലാ രൂപത്തിലും വിധത്തിലുമുള്ള ഭീകരതയെ ഭാരതവും ഫിജിയും അപലപിച്ചു. പഹൽഗാം ഭീകര ആക്രമണത്തെയും അപലപിച്ചു. പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ സഹകരണം ശക്തമാക്കും. പ്രധാനമന്ത്രി പദവിയിലെത്തിയ ശേഷം ആദ്യമായാണ് റബൂക്ക ഭാരതം സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഫിജിയിലെ ആരോഗ്യമന്ത്രിയുമായ അന്റോണിയോ ലാലാബലാവും ഫിജി റിപ്പബ്ലിക് ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവും ഒപ്പമുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ഒരു സവിശേഷ സാഹചര്യമാണ് ഫിജി പ്രധാനമന്ത്രി സിത്തിവേണി റബൂക്കയുടെ ഡൽഹി സന്ദർശനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. വെല്ലിംഗ്ടൺ സ്റ്റാഫ് കോളേജിലെ പരിശീലനത്തിന് ശേഷം റബൂക്ക ഫിജിയിൽ തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യക്കാരുടെ ഭൂരിപക്ഷത്തോടെയുള്ള സർക്കാർ അധികാരത്തിലേറിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. 1987 30 ദിവസമേ നിലനിൽപ്പുണ്ടായുള്ളൂ. റബൂക്കയുടെ നേതൃത്വത്തിൽ വിമത സംഘം പാർലമെന്റിൽ കയറി ഭരണപക്ഷാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത പ്രധാനമന്ത്രിയുടെ വസതിയിലാക്കി പൂട്ടിയിട്ടു. തുടർന്ന് ഗവർണർ ജനറലിനെ മുന്നിൽ നിർത്തി ഭരണഘടന മാറ്റാനുള്ള നീക്കം തുടങ്ങി. ഇതിനെതിരെ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചു. ഈ സൈനിക ഭരണകൂടത്തെ അംഗീകരിക്കില്ല എന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പ്രഖ്യാപിച്ചു. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹൈക്കമ്മീഷനെ പിൻവലിക്കുകയാണ് ചെയ്യാറുള്ളത് എങ്കിലും ഫിജിയിൽ നിന്ന് ഹൈക്കമ്മീഷനെ പിൻവലിക്കേണ്ട എന്ന് അന്ന് ഇന്ത്യ തീരുമാനിച്ചു. ഫിജിയിലെ മിലിറ്ററി ഗവൺമെന്റിനെ ധിക്കരിച്ച് 2 വർഷത്തോളം ഹൈക്കമ്മീഷനും അവിടെ പ്രവർത്തിച്ചു. ഫിജി സർക്കാരിന്റെ പല നടപടികളെയും ഇന്ത്യക്കാർക്ക് വേണ്ടി എതിർത്തു. അതിനിടെ അവിടെയുള്ള ഒരു ഗുരുദ്വാരയ്ക്ക് തീപിടിച്ച സംഭവമുണ്ടായി. ഇതേ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് സിഖുകാരുടെ പ്രതിഷേധമുയർന്നു. മറ്റ് അസ്വാഭാവിക സംഭവങ്ങളിലേക്ക് ഇത് കടക്കാതിരിക്കാൻ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ അവിടെ പല ശ്രമങ്ങളും നടന്നു. എന്നാൽ പ്രശ്നങ്ങൾ മതപരമായ കാര്യങ്ങളല്ല എന്നും ഇന്ത്യക്കാർക്കെതിരായ രാഷ്ട്രീയ ഭിന്നതയാണെന്നും ചൂണ്ടിക്കാണിച്ചു. ഫിജി സർക്കാർ ഇത് വലിയൊരു പ്രശ്നമാക്കുകയുണ്ടായി. അതിനുശേഷം അവിടെ എത്തിയ ഹൈക്കമ്മീഷണറെ 3 മാസത്തോളം തുടരാൻ പോലും അനുവദിച്ചില്ല. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അവർ പൂട്ടിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ന്യൂനപക്ഷമായി മാറിയ ഇന്ത്യക്കാരെ കൂട്ടുപിടിച്ചാണ് റബൂക്ക വീണ്ടും പ്രധാനമന്ത്രിയായത്. ആദ്യം 1992 മുതൽ 99 വരെയും ഇപ്പോൾ 2022 മുതലും അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. 2014 വീണ്ടും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഫിജിയിൽ ആരംഭിക്കുന്നത്. അതും അവരുടെ ആവശ്യപ്രകാരം. റബൂക്കയോട് വലിയ അടുപ്പം കാട്ടിയില്ല എങ്കിലും ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും മറ്റ് വ്യാപാര കരാറുകളുടെ ഭാഗമായുമാണ് ഈ ബന്ധം തുടരുന്നത്. 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഫിജി സന്ദർശിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഫിജി പ്രധാനമന്ത്രി സിത്തിവേണി റബൂക്ക ഇന്ത്യ സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.